ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുന്നതാണ് അസം BJPയുടെ സങ്കല്പ പത്ര. അസമിൽ UCC നടപ്പിലാക്കും. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളുടെ സ്വയംഭരണാധികാരവും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഭരണഘടന 6ാം ഷെഡ്യൂൾ മേഖലയെയും പട്ടികവർഗ മേഖലകളെയും ഇതിൽ നിന്നും ഒഴിവാക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 ലക്ഷം സർക്കാർ തൊഴിലവസരങ്ങളാകും സൃഷ്ടിക്കപ്പെടുക. വെള്ളപ്പൊക്കമില്ലാത്ത അസം എന്ന ലക്ഷ്യത്തിനായി ആദ്യ 2 വർഷം 18,000 കോടി രൂപ ചെലവഴിക്കും. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ വികസന കുതിപ്പിന് തടസ്സമാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ ശാസ്ത്രീയ രീതിയിലുള്ള ഡാം മാനേജ്മെന്റും നദീതട സംരക്ഷണവുമാണ് ലക്ഷ്യം വെക്കുന്നത്. ലവ് ജിഹാദിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നതടക്കം അസമിന്റെ സമഗ്ര വികസനത്തിനൊപ്പം മതപരമായ സംരക്ഷണവും BJP ഉറപ്പു നൽകുന്നു. ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, സർബാനന്ദ സോനോവാൾ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സങ്കല്പപത്ര പുറത്തിറക്കിയത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് BJP ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. ആകെയുള്ള 126 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 9-ന് കേരളത്തോടൊപ്പം ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. ജനം, ഡൽഹി.